ചരിത്രം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ വിക്രം-1 രാജ്യത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ ISRO സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്നാണ് മിഷൻ ആഗമൻ എന്ന് പേരിട്ട ദൗത്യം നടന്നത്. 3, 2, 1, 0. And we have liftoff of Vikram-1 coming from... രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ ആദ്യമായി വികസിപ്പിച്ച ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റാണ് വിക്രം-1. 11:30 നടത്താനിരുന്ന വിക്ഷേപണത്തിന്റെ കൗണ്ട് ഡൗൺ 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ നിർത്തിവെച്ചിരുന്നു. മുൻകരുതൽ നടപടിയെന്നായിരുന്നു സ്കൈറൂട്ടിന്റെ വിശദീകരണം. പിന്നീട് 12:05 വിക്ഷേപണം നടന്നത്. ഇൻസ്പേസിന്റെ പിന്തുണയോടെയായിരുന്നു വിക്ഷേപണം നടത്തിയത്. കാർബൺ കോമ്പോസിറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു മൾട്ടി സ്റ്റേജ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിളാണ് വിക്രം-1. 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിനുകളും ഹൈ ത്രസ്റ്റ് സോളിഡ് റോക്കറ്റ് മോട്ടോറുകളും ഉൾപ്പെടെ പൂർണ്ണമായും ആഭ്യന്തരമായി വികസിപ്പിച്ച പ്രൊപ്പൽഷൻ സംവിധാനങ്ങളാണ് ഇതിന് ഊർജം പകരുന്നത്. 350 കിലോഗ്രാം വരെ ഭാരമുള്ള പേലോഡുകളെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ ഈ റോക്കറ്റിന് കഴിയും. ഗ്രാഹ സ്പേസ്, കോസ്മോസർവ്, ഡിക്യൂബ്ഡ് എന്നിവയുടെ വിവിധ സാങ്കേതികവിദ്യാ പ്രദർശന പേലോഡുകളും സ്കൈറൂട്ടിന്റെ സ്വന്തം സ്കോപ്പ് പേലോഡും ഈ റോക്കറ്റ് വഹിക്കും. ചെറിയ ഉപഗ്രഹങ്ങൾക്ക് ചെലവ് കുറഞ്ഞ ലോഞ്ച് സേവനങ്ങൾ നൽകാനുള്ള സ്കൈറൂട്ടിന്റെ വിശാലമായ പദ്ധതിയുടെ ഭാഗമാണ് ഓർബിറ്റൽ റോക്കറ്റിന്റെ ആദ്യ വിക്ഷേപണം. വളർന്നുവരുന്ന ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാകാൻ ഇതോടെ സ്കൈറൂട്ടിനും കഴിയും. ഇന്ത്യൻ ബഹിരാകാശ ഇതിഹാസമായ വിക്രം സാരാഭായിയുടെ പേരിട്ടിരിക്കുന്ന ഈ വാഹനം താഴ്ന്ന ഭ്രമണപഥത്തിൽ പേലോഡുകൾ കാര്യക്ഷമതയോടെ എത്തിക്കാൻ കഴിയും വിധം രൂപകൽപ്പന ചെയ്തതാണ്. ഇതുവരെ ISRO മാത്രമായിരുന്നു ഇന്ത്യയിൽ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ 2020 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബഹിരാകാശ പരിഷ്കരണങ്ങളാണ് സ്വകാര്യ കമ്പനികൾക്ക് സ്വന്തമായി റോക്കറ്റും ഉപഗ്രഹങ്ങളും നിർമ്മിക്കാനും സർക്കാർ വിക്ഷേപണ കേന്ദ്രങ്ങൾ ഉപയോഗിക്കാനുമുള്ള അനുമതി നൽകിയത്. ഇന്ത്യ സ്വകാര്യ പങ്കാളികൾക്ക് ബഹിരാകാശ മേഖല തുറന്നുകൊടുത്ത നീക്കമാണ് ഇത്തരം മുന്നേറ്റങ്ങൾക്ക് പിന്നിൽ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.